പകരക്കാർക്ക് വേണ്ടി വഴിവെട്ടിയപ്പോൾ അതിലില്ലാതായി പോയത് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതവും ജീവനും ഒക്കെ മാറ്റിവെച്ച ചിലരുടെ സാന്നിധ്യം കൂടിയാണ്. കണ്ണൂരിലെ CPM-ന്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ പാർട്ടിയുടെ ത്രിമൂർത്തികളായി നിൽക്കുന്നവരാണ് EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ എന്നിവർ. ഇതിൽ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയും മുന്നണി കൺവീനറും ഒക്കെയായി. P ജയരാജൻ നിലവിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനാണ്. MV ജയരാജനാകട്ടെ നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അംഗമായതോടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞു. പകരക്കാരനായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് കടന്നു വരികയും ചെയ്തു. എല്ലാവർക്കും എല്ലാം ഒന്നും കിട്ടില്ല. പക്ഷെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉപകാരസ്മരണ എന്ന രീതി ചിലതൊക്കെ കാണുമ്പോൾ ഓർമ്മയിൽ വരും. CPM-ന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് P ജയരാജൻ. കണ്ണൂർ രാഷ്ട്രീയത്തിന് അത്ര കണ്ട് പ്രിയപ്പെട്ട സഖാവാണ് P ജയരാജൻ. ദീർഘകാലം SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്ന P ജയരാജൻ 1972 CPM അംഗമായി. 1980 മുതൽ 1990 വരെ CPM കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1986 CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി. 1990 CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും 1998 മുതൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1999 തിരുവോണ നാളിൽ രാഷ്ട്രീയ എതിരാളികളുടെ വധശ്രമത്തെ അത്ഭുതകരമായി അതിജീവിച്ചു. രാഷ്ട്രീയ എതിരാളികൾ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും അതിനെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ആളാണ് ജയരാജൻ. കണ്ണൂർ രാഷ്ട്രീയത്തിലെ തീരാത്ത കുടിപ്പകയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. അക്കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാർ സംഘടനകളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പതിവായിരുന്നു. പിന്നീട് കാലക്രമേണ കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വവും സംഘപരിവാർ സംഘടനകളും ആക്രമണ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സമാധാനപരമായ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. പിന്നീട് രാഷ്ട്രീയത്തിൽ P ജയരാജൻ നിറസാന്നിധ്യമായിരുന്നു. 2010 CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ശശിക്ക് പകരക്കാരനായി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയായി. 2011 മുതൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിക്കാനായി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. 3 തവണ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി. 2001 ആദ്യ ജയം. തുടർന്ന് കോടതി വിധിയെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമായ 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ചു. CITU-വിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും CITU-വിന്റെ റബ്കോ എംപ്ലോയീസ് യൂണിയൻ, ആറളം ഫാം വർക്കേഴ്സ് യൂണിയൻ എന്നിവയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചു. ദേശാഭിമാനിയുടെ കണ്ണൂർ യൂണിറ്റ് മാനേജർ, ഇടക്കാലത്ത് ജനറൽ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ K മുരളീധരനോട് പരാജയപ്പെട്ടു. ഈ പരാജയത്തിനു ശേഷം P ജയരാജന് രാഷ്ട്രീയത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടായെന്ന് പറയുന്നവർ പാർട്ടിയിൽ തന്നെയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് അത്ര കണ്ട് ശോഭിക്കുവാൻ ജയരാജന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി കൊണ്ടും കൊടുത്തും വന്ന ജയരാജൻ പിണറായിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെയാണ് താഴേക്ക് പതിച്ചത്. EK നയനാർക്കും പിണറായിക്കും ശേഷം കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ P ജയരാജൻ ഉണ്ടാക്കിയതുപോലെ സ്വാധീനം മറ്റൊരു നേതാവും ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയുടെ സംവിധാനം മുഴുവൻ ജയരാജന് കീഴിലായി. കണ്ണൂരിലെ ഓരോ പാർട്ടി പ്രവർത്തകരും ജയരാജൻ ഫാൻസായി മാറി. പിണറായിയേക്കാൾ മുന്നിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ലെന്ന നിർബന്ധമുള്ളതുകൊണ്ട് ജയരാജൻ പുറന്തള്ളപ്പെട്ടു. വ്യക്തിപൂജ തെറ്റാണെന്ന് പാർട്ടി ഉറക്കെ പറയുന്നുണ്ടെങ്കിലും ചിലർക്കൊന്നും അത് ബാധകമേയല്ല. അവർക്കൊക്കെ ഇളവും ലഭിക്കും. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും ഈ സഖാവ് PJ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് ജയരാജന്റെ ചിത്രമടക്കം റെഡ് യങ്സ് കക്കോത്ത് എന്ന പേര് സ്ഥാപിച്ചത് വലിയ വിവാദമായിരുന്നു. എതിരാളികൾ വെട്ടിനുറുക്കിയ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് പാർട്ടിയും തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ചികിത്സകരും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും ചേർന്നാണ്. അങ്ങനെ ഒരാളോട് ആരാധനയും സ്നേഹവുമുള്ളവർ കണ്ണൂരിൽ ഏറെയുണ്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തുടരുന്ന MA ബേബി പറഞ്ഞ വാക്കുകൾ ഏറെക്കുറെ സത്യവുമാണ്. കാര്യം വ്യക്തി ആരാധന പാടില്ലെന്ന് ബേബി പറയുമ്പോഴും ആരാധന തോന്നാനുള്ളതൊക്കെ P ജയരാജന് ഉണ്ടെന്ന് തന്നെയാണ് ആ വാക്കുകൾ പറഞ്ഞു വെക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം പാർട്ടിയിലെ ചിലർ എല്ലാ വിധത്തിലും ചവിട്ടി താഴ്ത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴും കണ്ണൂരിലെ ജനഹൃദയങ്ങളിൽ P ജയരാജൻ എന്ന നേതാവ് ജീവിക്കുക തന്നെ ചെയ്യും.